ഹലോ സ്റ്റുഡൻസ്, ഐ ആം അജയ് ബാബു ACCA ഫാക്കൽറ്റി അറ്റ് അലയൻസ്. അപ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ നിങ്ങൾ ആ 4 ലെറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും ACCA. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ എക്സാംസ് ആ 13 പേപ്പേഴ്സ് എന്നുള്ള നമ്മുടെ മൈ ACCA അക്കൗണ്ടിൽ ഒരു റൗണ്ടില്ലേ, ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് 13 ഔട്ട് ഓഫ് 13 മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ ACCA എല്ലാം കംപ്ലീറ്റ് ആയി എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നമുക്ക്. യു ആർ റോങ് ഗൈസ്, എന്നാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ പേരിന്റെ കൂടെ ആ ACCA എന്ന് പറയുന്ന ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു ACCA മെമ്പർ ആവണം. അപ്പൊ ഇൻ ഓർഡർ ടു ബിക്കം ആൻ ACCA മെമ്പർ നമ്മൾ 3 E's കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആദ്യത്തേതാണ് ഒബ്വിയസ്ലി എക്സാംസ് 13 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഫസ്റ്റത്തെ. സെക്കൻഡ് E എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, PER. തേർഡ് E എന്ന് പറയുന്നതാണ് എത്തിക്സ്. EPSM മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ. അപ്പോൾ ഈ EPSM അല്ലെങ്കിൽ എത്തിക്സ് മൊഡ്യൂളിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഗോയിങ് ഇൻ ഡീറ്റെയിൽ, ഈ EPSM മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മൊഡ്യൂളാണ്. നിങ്ങളുടെ മൈ ACCA അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഈ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട് 79 GBP. ഇന്നത്തെ എമൗണ്ട് വെച്ചിട്ട് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ അതിന് 79 GBP ആണ് ACCA ചാർജ് ചെയ്യുന്ന ഫീസ്. അപ്പോൾ ഈ ഫീസ് നമ്മൾ പേ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് എൻറോൾ ചെയ്തതിന് ശേഷം അതിൽ 10 മൊഡ്യൂൾസ് ആണ് ഉണ്ടാവുക. ഈ കോഴ്സിൽ തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 മൊഡ്യൂൾസ് ആക്കിയിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിനും നമുക്ക് എക്സാംസ് ഉണ്ടാവും. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അതിനുശേഷം ഓരോ മൊഡ്യൂളും നമ്മൾ വാച്ച് ചെയ്തിട്ട് അതിൽ കുറച്ച് വീഡിയോസ് വാച്ച് ചെയ്യാനുണ്ടാവും, കുറച്ച് ടോപ്പിക്സ് വായിക്കാനുണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാംസും ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ACCA സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 50% പാസ് മാർക്ക് വേണം ഓരോ മൊഡ്യൂളും തീരാൻ വേണ്ടി. അങ്ങനെ ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഫെർദർ മൊഡ്യൂൾസിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഈ 10 മൊഡ്യൂളും തീർത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് ഈ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിൽ നമ്മൾ ACCA എക്സാം എഴുതുന്ന പോലെ തന്നെ 50% മാർക്ക് നമുക്ക് വേണം. ഇപ്പോൾ ഒരു 10 MCQs ആണ് ചോദിക്കുന്നതെങ്കിൽ, കൂടുതലും MCQs ആണ് ഇതിലുണ്ടാവുക. 10 MCQs ആണ് ചോദിക്കുന്നതെങ്കിൽ 5 എണ്ണം കിട്ടിയാൽ മാത്രമേ നമ്മൾ അതിൽ പാസ്സാവുള്ളൂ. ഇൻ കേസ് നിങ്ങൾ അതിൽ ഫെയിൽ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാം, ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ പേയ്മെന്റ് ഒന്നുമില്ല. ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന 79 GBP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിഞ്ഞു, മൂന്നാമത്തെ മൊഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ പാസ് ആയില്ല എന്ന് വിചാരിക്കാം. ആ സ്പോട്ടിൽ തന്നെ റീടേക്ക് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് അഗെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് അഗെയിൻ ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഈ കോഴ്സ് തീർക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ആവുമ്പോൾ 10 മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയി അതിന്റെ എക്സാംസ് എല്ലാം നമ്മൾ തീർക്കുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതോടുകൂടിയാണ് നമ്മുടെ മൈ ACCA അക്കൗണ്ടിൽ ഈ എത്തിക്സ് എന്ന് പറയുന്ന റൗണ്ടും കൂടി കംപ്ലീറ്റ് ആവുക. ഐ ഡു ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് ഹെൽപ്ഫുൾ ഫോർ യു. ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ അലയൻസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കണ്ടന്റ്സ് എല്ലാം ഫോളോ ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്. ഓക്കെ.